നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 89 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇന്ന് 90ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിച്ചു തുടങ്ങാം. ഏകാന്തേ സംശയം മേ തവ പദകമലം കൊണ്ടു ഭൂലോകമിപ്പോൾ വൈകുണ്ഠം താനിതെന്നായതു പൊഴുതു മഹാലോകർ വൈകുണ്ഠവാസിൻ. വൈകുണ്ഠം നോക്കി വാഴുന്നവരവനിതലം തന്നെ വന്ദിക്കുമപ്പോൾ കൈകൂപ്പേണ്ടുന്നെനിക്കോ മുരമഥന വിഭോ ഹന്ത സാന്ദീപനിക്കോ. ഇവിടെ പൂന്താനം തിരുമേനി കൃഷ്ണ ഭഗവാനോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഏകാന്തേ സംശയം മേ. ഏകാന്തേ എന്ന് വെച്ചാൽ രഹസ്യമായിട്ട്, എനിക്ക് രഹസ്യമായ ഒരു സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തവ പദകമലം കൊണ്ട്, അങ്ങയുടെ പാദകമലസ്പർശം കൊണ്ട് ഭൂലോകമിപ്പോൾ വൈകുണ്ഠം താനിതെന്നായതു പൊഴുതു മഹാലോകർ. ലോകരെല്ലാം ഇവിടെയാണ്, ഈ ഭൂലോകം തന്നെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നു. മഹാവിഷ്ണു താമസിക്കുന്ന ഇടമാണല്ലോ വൈകുണ്ഠം. ആ വൈകുണ്ഠം പോലെ ആയിരിക്കുന്നു ഈ ഭൂലോകം. അതുകൊണ്ട് ഇത് തന്നെയാണ് വൈകുണ്ഠം എന്ന് ഈ ലോകരെല്ലാം പറയുന്നു. അല്ലയോ വൈകുണ്ഠവാസിൻ മഹാവിഷ്ണു, വൈകുണ്ഠം നോക്കി വാഴുന്നവർ അവനിതലം തന്നെ വന്ദിക്കുമപ്പോൾ. വൈകുണ്ഠം നോക്കി വാഴുന്നവർ, വൈകുണ്ഠത്തെ ഭജിച്ച് വാഴുന്ന ദേവസമൂഹം ഇപ്പോൾ അവനിതലം എന്ന് വെച്ചാൽ ഭൂമിയെ വന്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് കാരണം ഈ ഭൂലോകത്തെ വൈകുണ്ഠ ലോകത്തിന് സദൃശമായിട്ടാണ് ഗണിക്കുന്നത്. സാക്ഷാൽ വൈകുണ്ഠത്തിൽ വസിക്കുന്നവരെല്ലാം ഭഗവാന് തുല്യരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങയുടെ അവതാരം കൊണ്ട് ഈ ഭൂലോകവും വൈകുണ്ഠ സദൃശമായി എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകരൊക്കെ വൈകുണ്ഠവാസികൾക്ക് തുല്യരായില്ലോ. അപ്പോ അല്ലയോ മുരമഥന, മുരാസുരനെ വധിച്ച ഹേ വിഭോ, അല്ലയോ സർവവ്യാപിയായിട്ടുള്ള കൃഷ്ണ, കൈകൂപ്പേണ്ടുന്നെനിക്കോ മുരമഥന വിഭോ ഹന്ത സാന്ദീപനിക്കോ. പൂന്താനം തിരുമേനി ചോദിക്കുകയാണ്, അവിടുത്തെ ഭക്തനായ ഈ നിസ്സാരനായ എനിക്കാണോ, അങ്ങയുടെ ഗുരുശ്രേഷ്ഠനായ സാന്ദീപനിക്കാണോ കൈ തൊഴേണ്ടത്? ഹന്ത, ആശ്ചര്യം തന്നെ. ഇവിടെ രണ്ടുപേരും വൈകുണ്ഠവാസികളാണല്ലോ. സാന്ദീപനി മഹർഷിയും പൂന്താനവും, ഭൂലോകം വൈകുണ്ഠത്തിന് തുല്യയച്ച പൂന്താനവും വൈകുണ്ഠവാസികളാണ്. അപ്പോ ഇവര് തമ്മിൽ ശ്രേഷ്ഠതയ്ക്ക് ഒരു വ്യത്യാസമില്ലല്ലോ. അപ്പൊ ആരെയാണ് കൈ തൊഴേണ്ടത് എന്ന് ഒരു കുസൃതി ചോദ്യം രഹസ്യമായിട്ടാണ് ഭഗവാനോട് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏകാന്തേ എന്ന് ആദ്യം പറഞ്ഞു. അതിനർത്ഥം ഈ ഭൂലോകം അങ്ങയുടെ അവതാരം കൊണ്ട് വൈകുണ്ഠലോകമായി തീർന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. പ്രീത്യാകാന്തൻ നിയോഗിച്ചഴൽ കളവതിനായുദ്ധവർ വന്നതിപ്പോൾ അത്യാവേഗാൽ വിയോഗത്തുയിർകൾ മധുകരത്തോടശേഷം പറഞ്ഞാർ. തത്വം ചിത്തേ ധരിച്ചപ്പൊഴുതു വിരഹജം ദുഃഖമെല്ലാം ത്യജിപ്പാനെത്തിയിടും ഭക്തി കണ്ടുദ്ധവരും അവിടയ ഗോപികൾക്കായി നമിച്ചാൻ. ഇവിടെ കൃഷ്ണൻ വളരെ കാലമായി കൃഷ്ണന്റെ വിരഹം അനുഭവിച്ച് ദുഃഖിക്കുന്ന വൃന്ദാവനവാസികൾക്കായി ഒരു സന്ദേശം ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നതാണ് പറയുന്നത്. അതാണ് പ്രീത്യാ കാന്തൻ നിയോഗിച്ചഴൽ കളവതിനായുദ്ധവർ വന്നതിപ്പോൾ അത്യാവേഗാൽ. പ്രീത്യ, സ്നേഹത്തോടെ, കാന്തൻ, നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അഴൽ കളവതിനായി നിയോഗിച്ച നമ്മുടെ ആ വിരഹദുഃഖം അകറ്റാനായിട്ട്
പറഞ്ഞയച്ച ഉദ്ധവര് ഇതാ വന്നിട്ടുണ്ട് എന്ന് അത്യാവേഗാൽ സംഭ്രമത്തോടെ വിയോഗത്തുയിർകൾ മധുകരത്തോടശേഷം പറഞ്ഞാർ. ആ വിയോഗത്തിൻ്റെ വിരഹത്തിൻ്റെ ആ ദുഃഖം, അതായത് ആ വിരഹതാപങ്ങൾ മുഴുവനും മധുകരത്തോട്, മധുകരം എന്ന് പറഞ്ഞാൽ വണ്ട്, ആ വണ്ടിനെ ശ്രീകൃഷ്ണനാണ് എന്ന് സങ്കല്പിച്ചിട്ട്, വണ്ടിനും ശ്രീകൃഷ്ണനും നിറം ഒന്നാണല്ലോ, അപ്പൊ അതുകൊണ്ട് വണ്ടിനോട് ആ ദുഃഖമെല്ലാം പറയുകയാണ്. ഭാഗവതത്തിലുള്ള ഭ്രമരഗീതം എന്ന അതിമനോഹരമായ ആ ഭാഗമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. തത്വം ചിത്തേ ധരിച്ചപ്പൊഴുതു വിരഹജം ദുഃഖമെല്ലാം ത്യജിപ്പാൻ എത്തിയിടും ഭക്തി കണ്ടുദ്ധവരും അവിടയ ഗോപികൾക്കായി നമിച്ചാൻ. ആ തത്വം ഉദ്ധവര് ഉപദേശിച്ചു, കൃഷ്ണന്റെ ആ തത്വം അത് മനസ്സിലായപ്പോൾ, ചിത്തേ ധരിച്ചപ്പൊഴുതു, അത് മനസ്സിൽ ധരിച്ചപ്പോൾ അവരുടെ ആ വിരഹജം ആയിട്ടുള്ള, വിരഹത്തിൽ നിന്നുണ്ടായ ആ ദുഃഖമെല്ലാം ത്യജിപ്പാൻ, ഉപേക്ഷിച്ചിട്ട് എത്തിയിടും ഭക്തി കണ്ട്, അവരിൽ ഉണ്ടായ ആ ഭക്തി കണ്ട് ഉദ്ധവര് ഗോപികൾക്കായി നമിച്ച ആ ഗോപസ്ത്രീകളെ നമിച്ചു എന്ന് വെച്ചാൽ, ഇവിടെ ഉദ്ധവരെ കണ്ട ഗോപികമാര് ഭഗ്നഹൃദയത്തോടും വിരഹതാപത്തോടും കൂടി എന്തൊക്കെയോ പറയുകയാണ്. ഇത് കേട്ട ഉദ്ധവര് ഇങ്ങനെയും ഒരു കൃഷ്ണഭക്തിയുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോയത്രേ. എന്നിട്ട്, അല്ലയോ പുണ്യവതികളായ ഗോപസ്ത്രീകളെ, നിങ്ങളോളം കൃഷ്ണഭക്തിയുള്ളവർ ഈ ഭൂമണ്ഡലത്തിൽ വേറെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ആ ഗോപസ്ത്രീകളെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തൻ്റെ ഗോപികകൾക്കായി കൃഷ്ണൻ കൊടുത്തയച്ച ആ സന്ദേശം ഉദ്ധവര് വായിച്ചു കേൾപ്പിക്കുന്നു. എന്നിട്ട് ഉദ്ധവര് കൃഷ്ണന്റെ ആ പരമാർത്ഥ തത്വം കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിധം പല തത്വോപദേശങ്ങളെ കൊണ്ട് ഉദ്ധവര് ഗോപികമാരുടെ മനസ്താപത്തെ ലഘൂകരിച്ചു. ഇങ്ങനെ ഉദ്ധവരുടെ ഉപദേശത്തോടുകൂടി ആ ഗോപികകളുടെ മനസ്സിലെ അന്ധകാരം നീങ്ങി അവിടെ ജ്ഞാനസൂര്യൻ വിളങ്ങി. നിരുപമ ഭക്തകളായ ആ ഗോപികമാരാകട്ടെ മുൻപത്തേക്കാൾ പുണ്യവതികളായി തീരുകയും ചെയ്തു. അവരിലുണ്ടായ ആ നിരുപമമായ ഭക്തി കണ്ടിട്ടാണ് ഉദ്ധവര് അവരെ വന്ദിച്ചത്. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അതായത് ആരുടെ ഭഗവത്പരങ്ങളായ പാദരേണുക്കളാണോ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായിരിക്കുന്നത്, ആ ഗോപികമാരുടെ പാദരേണുക്കളെ ഞാൻ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു എന്നും. ഇനി അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് ശനിയാഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ